ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോ വ്ളോഗൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് ഒരു ടെക്കി വീഡിയോ ആണ്. ഞാൻ ഐഫോൺ 15 വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ. ഓൾറെഡി അൺബോക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയ ഫോണാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. ഞാൻ 15 എനിക്ക് ഗ്രീൻ കളറാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീൻ നമ്മളെടുത്തു. നല്ല രസമുണ്ട് കേട്ടോ ഗ്രീൻ കളറ്, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് അങ്ങനെ ഇൻ ഹാൻഡ് ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മുമ്പുണ്ടായിരുന്ന ഐഫോൺ പോലെയൊന്നുമല്ല. അവർ നല്ല ആ ഒരു പ്രീമിയം ആ ഒരു ക്വാളിറ്റി മാക്സിമം ഒരു നോക്കിയിട്ടുണ്ട്. ഒരു ഐഫോൺ നല്ലതായിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് ആ ഒരു സൈഡും കാര്യങ്ങളും അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പീൽ ഓഫ് ചെയ്യാം. പീൽ ഓഫ് ചെയ്യുമ്പോൾ ഗൈസ് ഇങ്ങനെയാട്ടോ. ഓൾറെഡി ഞാൻ ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. കാരണം സ്ക്രാച്ചൊന്നും വരരുതില്ല. അതിൻ്റെ ഉള്ളിലുള്ള മറ്റേ സി ടൈപ്പ് ആണല്ലോ, ഇപ്പോൾ ഒരു ഐഫോൺ സി ടൈപ്പ്, അതൊക്കെ ഞാൻ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ കേബിളൊന്നും തന്നെ കാണാത്തത്. അത് ഞാൻ ജസ്റ്റ് പ്ലഗിൽ കുത്തി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം സി ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ക്യാമറയിൽ 48 MB ക്യാമറ, അതായത് ഐഫോൺ 14 പ്രോയുടെ സെയിം സ്പെക്കാണ്. അതുപോലെ ഐഫോൺ 14 പ്രോയുടെ A16 ബയോണിക് ചിപ്പാണ് അവർ ഇപ്രാവശ്യം 15 സീരീസിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡൈനാമിക് ഐലൻഡും ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് 15 സീരീസിലേക്ക് വന്നപ്പം. കഴിഞ്ഞ വർഷം, എൻ്റെ മുമ്പത്തെ വർഷവും 13ഉം 14ഒക്കെ ഒരു വ്യത്യാസം അവരുണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടിയായിരുന്നു അവർ ഇറക്കിയിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം 15 സീരീസിൽ അവർ കാര്യമായ മാറ്റം തന്നെ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു മോഡലും കൂടിയാട്ടോ 15 സീരീസ്. അപ്പം എന്നോട് എല്ലാവരും പറയും ചെയ്തു 15 സീരീസ് നല്ലതാണെന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഞാൻ എൻ്റെ ആപ്പിളിലേക്ക് സിങ്ക് ചെയ്തായിരുന്നു. ഡൈനാമിക് ഐലൻഡ് അതുപോലെ ബെസൽസൊക്കെ ഗൈസ് വളരെ ഒരു തിന്നാക്കിയിട്ടുണ്ട്. ആ ചുറ്റുള്ള ബെസൽസ് കണ്ടില്ല, ബ്ലാക്ക് ബോർഡർ, ഫുൾ ഡിസ്പ്ലേ ആണ് കംപ്ലീറ്റ്ലി. അവർ ചെറിയ ഒരു കർവും കൂടി ഒരു ഡിസ്പ്ലേക്കകത്ത് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി അതായത് യൂസർ എക്സ്പീരിയൻസ് അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചുറ്റുള്ള നമ്മുടെ സൈഡിലുള്ള ആ ഒരു ഫ്രെയിം ക്വാളിറ്റിയും എന്ത് നോക്കുകയാണെങ്കിലും അടിപൊളിയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഈ ഡൈനാമിക് ഐലൻഡ് വന്നുകൊണ്ട് തന്നെ ഡിസ്പ്ലേ കാണാൻ ഒരു ഭംഗിയുണ്ട്. ആ നോച്ച് പോയതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ ഗൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് വാൾപേപ്പറൊക്കെ മാറ്റിയിട്ട് ഒരു ഇൻ ഹാൻഡ് ഫീൽസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഡൈനാമിക് ഐലൻഡ് വർക്ക് ചെയ്യുന്നതേ കണ്ടോ, അങ്ങനെ ഒരു സംഭവം സ്റ്റോപ്പ് വാച്ച് ഇട്ടിട്ട് ഞാൻ മേലേക്ക് ഇട്ടപ്പോൾ അത് കണ്ടോ, ഡൈനാമിക് ഐലൻഡ്, അതിൽ ഇടുന്ന ആനിമേഷൻ കളിക്കുന്നത്. ഇതൊക്കെ ഈ ഐഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. ഡൈനാമിക് ഐലൻഡ് ആദ്യം വലിയ ബെനിഫിറ്റ് ഇല്ലെന്ന് പറഞ്ഞു, പക്ഷേ അത് ഇപ്പം നല്ല ബെനിഫിറ്റാണ്. ഇത് കണ്ടോ ഗൈസ്, ഞാൻ ഇപ്പോൾ കോൾ കട്ട് ചെയ്ത് എടുത്തപ്പോൾ കണ്ടോ, ആ കോളിൻ്റെ എന്താണോ അവിടെ ഉള്ളത് അത് കറക്റ്റായിട്ട് ഡൈനാമിക് ഐലൻഡ് ആനിമേഷൻ കാണിക്കും. പിന്നെ നമ്മൾ കോളിങ്ങിൻ്റെ ഒരു വേരിയേഷൻ ഉള്ളത്, സൗണ്ട് വേരിയേഷൻ, അതവിടെ ഗ്രാഫ് ഇങ്ങനെ ആനിമേറ്റായി കളിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ നല്ലൊരു എന്താ പറയുക, അഡ്വാൻസ്ഡ് ആയ ഒരു ടെക്നോളജിയാണ് ആപ്പിൾ കൊണ്ടുവന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം ഞാൻ പറഞ്ഞു തരണ്ട കേട്ടോ, എന്തൊരു നല്ല ക്യാമറയാണെന്ന്. 14 പ്രോയുടെ അതേ സെൻസർ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ എയർപോഡ് ഞാൻ അതിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ എയർപോഡ് ഇതിനകത്ത് കണക്ട് ചെയ്യുമ്പം ഈ ഡൈനാമിക് ഐലൻഡിൽ ഒരു ആനിമേഷൻ വരും കേട്ടോ. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓൾറെഡി എൻ്റെ എയർപോഡ് കണക്റ്റഡ് ആണെന്ന് കാണിക്കാനാണ് കേട്ടോ. ഓൾറെഡി കേട്ടോ എൻ്റെ അക്ഷയ്സ് എയർപോഡ് പ്രോ ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പം എൻ്റെ എയർപോഡ് പ്രോ 2nd ജനറേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. പിന്നെ ഗൈസ്, സർവീസ് ഇൻക്ലൂഡഡ് പർച്ചേസ് എന്ന് പറഞ്ഞ സംഭവം, അതായത് എനിക്കിത് പർച്ചേസ് ചെയ്തപ്പോൾ 3 ഓഫർ ആപ്പിൾ എനിക്കുണ്ടായിരുന്നു. അതാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം ആപ്പിൾ മ്യൂസിക് 6 മന്ത് എനിക്ക് ഫ്രീ കിട്ടി. പിന്നെ ആപ്പിൾ TVൻ്റെ എന്തോ ഒരു സംഭവം എനിക്ക് ഫ്രീ കിട്ടി. പിന്നെ വേറെ എന്തോ ഒരു സംഭവം ഫ്രീ കിട്ടി. അങ്ങനെ കുറേ കാര്യമുണ്ട്. അതാണ് ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എയർപോഡ് പ്രോ കണക്ട് ചെയ്യുമ്പോൾ ഡൈനാമിക് ഐലൻഡിൽ ആ ഒരു ആനിമേഷൻ വന്ന് കളിക്കും കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ ഞാൻ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആനിമേഷൻ വരും. അതൊക്കെ നല്ല അടിപൊളി ഫീച്ചേഴ്സാണ്. ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. ഇത് ഗൈസ് എൻ്റെ മാഗ്സേഫ് ആട്ടോ, ആപ്പിളിൻ്റെ മാഗ്സേഫാണ്. ഇത് വയർലെസ് പവർ ബാങ്കാണ് മാഗ്സേഫ്. നമുക്ക് ബാക്കിൽ ഒട്ടിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന സംഭവം എമർജൻസി സിറ്റുവേഷനിൽ. ഇത് ഞാൻ ചാർജിന് വെക്കുമ്പോൾ ഗൈസ് കണ്ടോ, എന്തൊരു രസമാണല്ലേ. ഓൾറെഡി നോക്കിയ ഗൈസ്, നമ്മൾ മാഗ്സേഫ് പവർ ബാങ്ക് വെച്ച് കണക്റ്റ് പോലും ചെയ്യാതെ വയർലെസ്ലി മാഗ്സേഫായിട്ട് ചാർജ് ചെയ്യുന്നതാണ്. ഇത് മാഗ്സേഫ് കോമ്പാക്റ്റും കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഡൈനാമിക് ഐലൻഡിൽ ഈവൻ ചാർജിങ്ങിന് വെക്കുകയാണെങ്കിൽ പോലും നമുക്കത് കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടോ ഗൈസ്, എൻ്റെ മാഗ്സേഫിൽ എത്ര ചാർജ് ഉണ്ട് എന്നുള്ളത് സെൻസ് ചെയ്യും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങൾ ആപ്പിൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി മാഗ്സേഫൊക്കെ ഇതിന് മുമ്പ് വന്ന, പക്ഷേ ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞുതരാമോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഓൾറെഡി ഞാൻ എടുത്തത്. ഇതൊന്നും അറിയാത്തവരും ഇഷ്ടം പോലെ പേരുണ്ടാവും, അവർക്കൊക്കെ വേണ്ടിയാണ്. പിന്നെ ഗൈസ്, എൻ്റെ മാഗ്സേഫിൽ ഞാൻ എൻ്റെ എയർപോഡ് പ്രോ ചാർജ് ചെയ്യുന്ന കണ്ടോ, സ്റ്റിൽ ചാർജിങ് കണ്ടില്ലേ.
എവരി ആപ്പിൾസ് നമുക്ക് എന്താണ് എവരി ആപ്പിൾ പ്രൊഡക്റ്റ് നമുക്ക് ഇതിനകത്ത് മാക്സേഫിൽ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു ബെനിഫിറ്റാണ്. പക്ഷേ മാക്സേഫ് എന്ന് പറഞ്ഞാൽ എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട ഒരു ഡിവൈസ് മാത്രമാണ് ചാർജ് ഓർക്കാൻ. പിന്നെ ഗൈസ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പം കുറച്ച് ദിവസമായി മേടിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ 14 Pro നമ്മുടെ 14 Pro ആയിരുന്നു മുമ്പത്തത്. അതിനേക്കാളൊക്കെ യൂസ് ചെയ്യുന്ന ഇതിലോട്ട് വന്നപ്പോൾ ഭയങ്കര വലിയ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞത് ഇതിൻ്റെ ആ ഒരു ഇൻഹാൻഡ് ഫീൽ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല ഓൾമോസ്റ്റ് സെയിം ആണ് 40 Proയും 15 തമ്മിൽ സെയിം സ്പെക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 15 Proയുടെ ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി 48 MB ക്യാമറ, അതായത് 14 Proയുടെ സെയിം സ്പെക്ക് തന്നെ ഇതിനകത്ത് കൊണ്ടുവന്നുകൊണ്ട് അതാണ് നമ്മൾ 15 വാങ്ങിച്ചത്. എല്ലാവരും 15 തന്നെ എടുക്കുന്നത്. 15 Pro എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ അതാണ് നമ്മൾ 15 Pro എടുക്കാതെ 15ലേക്ക് വന്നത്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇതാണ് എൻ്റെ ആപ്പിൾ പ്രൊഡക്ട്സ് കംപ്ലീറ്റും. ടാറ്റ.